നഗരത്തിലെ ഗതാഗതക്കുരു കഴിക്കാൻ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനൊരുങ്ങി ബംഗളൂരു ട്രാഫിക് പോലീസ്. വാഹനങ്ങളെ 5 വിഭാഗങ്ങളാക്കി തിരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നീക്കം. പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതോടെ ചരക്കു വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നഗരത്തിലേക്ക് കടക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും പ്രത്യേക സമയക്രമം പാലിക്കേണ്ടി വരും. അന്തർ സംസ്ഥാന യാത്ര നടത്തുന്ന ഓൾ ഇന്ത്യ പെർമിറ്റുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് നിയന്ത്രണം നടപ്പാക്കുക. ഈ വാഹനങ്ങൾക്ക് രാവിലെ 8 മുതൽ രാത്രി 10 വരെ നഗരത്തിലേക്ക് കടക്കാൻ അനുമതിയുണ്ടാകില്ല. മാത്രമല്ല 16 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങൾക്ക് നഗരത്തിലേക്ക് കടക്കുന്നതിന് പൂർണ്ണ നിയന്ത്രണവും ഏർപ്പെടുത്തും. നഗരങ്ങളിലൂടെ പോകുന്ന വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ ശരാശരി 2 കിലോമീറ്ററെങ്കിലും വർദ്ധിപ്പിക്കാനും പുതിയ പരിഷ്കാരങ്ങളിലൂടെ BTP ലക്ഷ്യം വെക്കുന്നുണ്ട്. നഗരത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ശരാശരി വേഗത മണിക്കൂറിൽ 14 കിലോമീറ്റർ ആണെന്നാണ് 2025 പുറത്തുവിട്ട ടോം ട്രാഫിക് ഇൻഡെക്സ് ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതോടെ പതുക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുവഴി അപകട സാധ്യത കുറയ്ക്കാൻ സാധിക്കുമെന്നും അധികൃതർ കരുതുന്നു. 16 ടണ്ണിന് മുകളിലുള്ള ഭാരവാഹനങ്ങൾ, 8 ടണ്ണിനും 16 ടണ്ണിനും ഇടയിലുള്ള ഭാരവാഹനങ്ങൾ, ഇടത്തരം ചരക്കു വാഹനങ്ങൾ, കൈവണ്ടികൾ, ട്രാക്ടറുകൾ, മറ്റു ചെറിയ വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വളരെ പതുക്കെ പോകുന്ന വാഹനങ്ങൾ, AIP ബസ്സുകൾ എന്നിങ്ങനെയായിരിക്കും വാഹനങ്ങളെ തരംതിരിക്കുക. AIP ബസ്സുകൾക്ക് രാവിലെ 8 മുതൽ രാത്രി 10 മണി വരെ ആയിരിക്കും നിയന്ത്രണം. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അന്തർ സംസ്ഥാന ബസ്സുകൾ യാത്ര നടത്തുന്നത്. അതിനാൽ യാത്രക്കാർക്ക് ബസ് പോയിന്റിലേക്ക് വരാനും അവിടെ നിന്ന് പോകാനും ബസ് ഓപ്പറേറ്റർ ഷട്ടിൽ സർവീസുകൾ ഏർപ്പെടുത്തണം. 16 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് നഗരത്തിലേക്ക് കയറുന്നതിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തും. ഓപ്പറേറ്റർമാർ നഗരത്തിന് പുറത്ത് വാഹനങ്ങൾക്ക് പ്രത്യേക ഇടത്താവളങ്ങൾ ഒരുക്കേണ്ടി വരും. 8 ടണ്ണിനും 16 ടണ്ണിനും ഇടയിലുള്ള വാഹനങ്ങൾക്ക് രാവിലെ 7-നും രാത്രി 10-നും ഇടയിൽ നഗരത്തിലേക്ക് കടക്കാൻ അനുമതി നൽകില്ല. വേഗത കുറഞ്ഞ ട്രാക്ടർ പോലുള്ള വാഹനങ്ങൾക്ക് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകളിലേക്കുള്ള പ്രവേശനവും റദ്ദാക്കും. അതേസമയം അവശ്യ വസ്തുക്കളുമായി പോകുന്ന ചരക്കു വാഹനങ്ങൾക്ക് ഇളവുകൾ നൽകും. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.